അതെ, അങ്ങനെ ദക്ഷന്റെ ശാപത്താൽ ചന്ദ്രൻ ക്ഷയിക്കാൻ തുടങ്ങി, ചന്ദ്രന്റെ പ്രഭ നശിക്കാൻ തുടങ്ങി. അങ്ങനെ ചന്ദ്രൻ പരിഭ്രാന്തനായി മഹാദേവനെ ആശ്രയം പ്രാപിക്കുകയാണ്. അങ്ങനെ മഹാദേവന്റെ അടുത്ത് പോയപ്പോൾ ദക്ഷന്റെ ശാപം മാറ്റാൻ കഴിയില്ല എന്നതിനാൽ ശിവൻ ചന്ദ്രന്റെ ക്ഷയത്തെ ക്രമപ്പെടുത്തി. അങ്ങനെ 15 ദിവസം ചന്ദ്രൻ ക്ഷയിക്കാനും അത് കറുത്ത പക്ഷമായിട്ട് അറിയപ്പെടുകയും അടുത്ത 15 ദിവസം രോഹിണി ഉൾപ്പെടെയുള്ള ഭാര്യമാരുടെ അടുത്തേക്ക് പോകുമ്പോൾ ക്രമമായി വളരാനും അത് വെളുത്ത പക്ഷമായിട്ടും അറിയപ്പെട്ടു. അങ്ങനെ അനുഗ്രഹിച്ചു. ഈ ഐതിഹ്യം മൂലമാണ് കറുത്ത പക്ഷം വെളുത്ത പക്ഷം ചന്ദ്രന് വരെയും ചന്ദ്രൻ ക്ഷയിക്കുവാനുള്ള കാരണവും ഇതാണ്. അങ്ങനെ മഹാദേവൻ ചന്ദ്രനെ ശിരസിലേറ്റുകയാണ്. അതിനുശേഷമാണ് മഹാദേവന് സോമനാഥൻ എന്നുള്ള പേരും ചന്ദ്രചൂഡൻ എന്നുള്ള പേരും ലഭിച്ചത്. ഈ ഐതിഹ്യം മൂലമാണ് ജ്യോതിഷത്തിൽ ചന്ദ്രൻ രോഹിണി നക്ഷത്രത്തിൽ എത്തുമ്പോൾ ഏറ്റവും ബലവാനായിട്ട് വരുന്നത്.